അത് കലക്കി. കടകത്തിന് മറുകടകം. ശരത്ത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടോ നിത്യക്കൊന്നും ഓർമ്മയില്ലെന്ന്? സാറ് പറഞ്ഞ മെഡിക്കൽ ടേമൊക്കെ ഞാനെടുത്തങ്ങ് കാച്ചി. റെട്രോഗ്രേഡ് അംനീഷ്യ. അങ്ങനെ മെഡിക്കൽ ടേം ഉപയോഗിച്ച് ഒരു പ്രതികാരത്തിന്റെ തുടക്കം. ഞാനും അച്ഛനും നെത്തിമോളും ചേർന്ന് ഒരു സിൻഡിക്കേറ്റ്. ചുരുക്കി പറഞ്ഞ കിളികളെല്ലാം ഒന്നിച്ച് പറന്നുപോയ അവസ്ഥയിലാണ് ഇപ്പൊ ശരത്ത്. ശരത്തിനെ നിസ്സാരമായി കരുതരുത്. അവനും അഭിനയിക്കാൻ മിടുമിടുക്കനാണെന്നറിയാമല്ലോ. ഒട്ടം കളിച്ചു നിന്ന് അവൻ നിങ്ങളുടെ തന്ത്രങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. പിന്നെ പ്രഭാവതി. ശരത്ത് നിങ്ങളുടെ തന്ത്രങ്ങളിൽ വീണു പോയാലും പ്രഭാവതി വീഴത്തില്ല. നിത്യയുടെ ഓരോ ചലനങ്ങൾക്ക് പിന്നാലെയും അവരുടെ കണ്ണുണ്ടാവും. അത് ശരിയാ. നെല്ലിട പിഴച്ച എല്ലാ തന്ത്രവും പാളും. ശ്രദ്ധിക്കാം. സത്യത്തില് അമ്മയോ മുത്തശ്ശിയോ ഞങ്ങളുടെ കള്ളത്തരം പിടിക്കുമെന്ന എന്റെ ആദി. ദേവിക ധൈര്യമായിട്ട് നിൽക്കും. ശരത്ത് നഷ്ടപ്പെടുത്തിയതെല്ലാം നമുക്ക് ശരത്തിലൂടെ തിരിച്ചെടുക്കാം, തിരിച്ചു പിടിക്കാം. നിത്യമോളുടെ കാര്യത്തില് ഞാൻ എന്തായാലും വിജയിച്ചു സർ. പക്ഷെ ഇനി എനിക്ക് കണ്ടെത്തേണ്ടത് എന്റെ യഥാർത്ഥ ശത്രുക്കളെയാ. യഥാർത്ഥ ശത്രുക്കളെയോ? അതെ, എന്റെ സുധിയേട്ടന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണക്കാരായ ആ കാർ യാത്രക്കാർ. ദേവിക മറന്നില്ലേ അവരെ ഇതുവരെ? എന്നെ വിധവയാക്കിയവരെ എനിക്ക് മറക്കാൻ പറ്റുമോ മാഡം? മറക്കില്ല, ഒരിക്കലും പൊറുക്കുകയില്ല. അപ്പോ യുദ്ധം തുടങ്ങിയല്ലേ? അതെ, നിശബ്ദ വിപ്ലവം. പക്ഷേ സൂക്ഷിച്ചു വേണം. അറിയാലോ, നമ്മള് തലയ്ക്കകത്ത് കുതന്ത്രങ്ങളും ഹൃദയത്തിൽ ചതിയും മാത്രമുള്ള ഒരു ഗജ ഫ്രോഡിനെയാ നേരിടാനായിട്ട് പോകുന്നത്. അറിയാം. ഇരുട്ടിന്റെ മറ പിടിച്ച് പിന്നിൽ നിന്ന് കുത്തുന്നവനാണ് ശരത്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ നേർക്ക് നേരൊരു യുദ്ധത്തിന് പോവാതെ അവനെ തന്ത്രപരമായി തീർക്കാൻ തീരുമാനിച്ചത്. ഒരു രാജ്യത്തെ തകർക്കാൻ ബോംബും മിസൈലും ഒന്നും വേണ്ടല്ലോ സിത്തു. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജൈവായുധങ്ങൾ പ്രയോഗിക്കാം. ശത്രു തീരണം ഇഞ്ചിഞ്ചായി കൺമുൻപിൽ. അത് വേണം. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളും മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്നവനാ ആ ശരത്ത്. പോരെങ്കിലേ നിങ്ങൾ രണ്ടും പെൺകുട്ടികളാ. അങ്ങനെ പെൺകുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല വക്കീലെ. വക്കീലിന് എന്തറിയാം നാരീശക്തിയെ കുറിച്ച്? ഓ എന്റെ പൊന്നു നാരി. നാരി നാരീന്ന്. ഓ നാരി നരി ആയിക്കോ, പക്ഷേ സൂക്ഷിക്കണമെന്നേ പറഞ്ഞുള്ളൂ. പാവ അച്ഛനെ കടക്കാരനാക്കി വഴിയാധാരത്തിന്റെ വക്കിൽ എത്തിച്ചിരിക്കുന്ന ആളാ ശരത്ത്. അവന് സ്വന്തമായി ഉള്ളതെല്ലാം നഷ്ടപ്പെടും, നഷ്ടപ്പെടുത്തും ഞങ്ങൾ. ആയിക്കോ, പക്ഷെ എന്ത് ചെയ്താലും അത് നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് വേണം. ലിമിറ്റ് എക്സീഡ് ചെയ്യരുത്. എന്നുവെച്ചാ വാദി പ്രതിയാവുന്ന അവസ്ഥ വരരുതെന്ന്. പിന്നെ ശരത്തിന്റെ ബൈക്ക് കത്തിച്ചത് ദേവികയാണെന്ന് എനിക്കറിയാം. അതെ, ഞാൻ തന്നെയാ അവന്റെ ചേട്ടന്റെ സ്മാരക കത്തിച്ചത്. ആ ബൈക്കിലെ തീയ് ഒരിക്കലും അണയത്തില്ല. അതിങ്ങനെ ശരത്തിന്റെയും അമ്മയുടെയും മനസ്സിൽ കിടന്ന് ആളി പടർന്നുകൊണ്ടേയിരിക്കും. അറിയാം, എന്നെ പച്ചയ്ക്ക് കൊളുത്തുന്ന പ്രഭാവതി അമ്മയുടെ ഭീഷണി. അതാ ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണമെന്ന്. തനിക്ക് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിലും യുദ്ധം ചെയ്യുന്നവര് മറന്നു പോകുന്ന ഒന്നേ ഉള്ളൂ, അത് സ്വന്തം ജീവിതമാ. പടനിലങ്ങളിലെ പുകയടങ്ങുമ്പോ നമുക്കൊരു ജീവിതം വേണ്ടേ ദേവികെ? സിദ്ധു, ഒരു ദിവസമെങ്കിലും ദേവികയുടെ കൈ കോർത്തുപിടിച്ച് മഴയും വെയിലും കൊണ്ട് എനിക്ക് നടക്കണം. ദേവു എന്റെ സ്വന്തമാണെന്ന് ഈ ലോകത്തോട് എനിക്ക് പറയണം. എന്റെ ജീവിതത്തിന്, എന്റെ ഹൃദയത്തിന്
അതിന്റെ അവകാശി കാവൽക്കാരി എത്തിയെന്ന്. സിദ്ധു, ഞാനിപ്പോ കൂടെ ഉണ്ടല്ലോ. അകന്നു നിന്ന് സ്നേഹിക്കുവല്ല നമ്മള്, വേദനിക്കുവാണ്. സിദ്ധു, അതാണ് സത്യം. മരിച്ചുപോയ സുധിയേട്ടന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന ദേവിക നിമിഷം തോറും മരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മനസ്സിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? ദേവിക എന്റെ കൂടെ എന്നും വേണം, എപ്പോഴും എന്റെ അടുത്തുണ്ടാവണം. സ്നേഹിക്കാൻ, വഴക്കുണ്ടാക്കാൻ, എനിക്ക് വച്ചു വിളമ്പിത്തരാൻ. ഇതൊക്കെ നടക്കുമെന്ന് എനിക്കിപ്പോഴും ഉറപ്പൊന്നുമില്ല. ഒരുപക്ഷെ ദേവിക ഇതിനൊക്കെ മനസ്സിനെ പാകപ്പെടുത്തി സമ്മതം എന്നൊരു വാക്ക് പറയുമ്പോ ചിലപ്പോ കേൾക്കാൻ എനിക്ക് കഴിയില്ല. അതെന്താ? മരിച്ചു പോകുന്നവർക്ക് ഈ കേൾവി ശക്തിയൊന്നും ഉണ്ടാവില്ലല്ലോ. മനോഹരൻ 2 ദിവസം അകത്തോട്ടൊന്നല്ലാതെ നടേശൻ സാറിന് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ അയാളെ 2 ദിവസം ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയില്ലേ? എന്നിട്ട് നിങ്ങളെന്ത് ചെയ്തു? പ്രഭാതിയുടെ മകൻ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. തളർന്നു കിടക്കുന്ന ഒരു കൊച്ചിനെ കൊല്ലാൻ കഴിയാത്തവനാ. ഇന്ന് ആരെയും വെല്ലുവിളിക്കാൻ ചങ്കുറപ്പുള്ള ദേവികയെ നേരിടാൻ പോകുന്നു. ദേവികയെ കൊന്നു തീർക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. അതെന്താണെന്നുള്ളത് നടേശൻ സാറിന് വഴിയെ മനസ്സിലായിക്കോളും. നടേശൻ സാറ് കിടന്ന് ഈ പെടാപ്പാട് പെടുന്നത് സിദ്ധാർത്ഥനെ കൊണ്ട് മകളെ കെട്ടിക്കാനല്ലേ? അതെ, സത്യം പറഞ്ഞാലേ ആ ചീള് ചെറുക്കനെ എനിക്കത്ര പിടിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്റെ മോള് അവനെ കെട്ടുവെന്ന് ഒരേ നിർബന്ധം. അമ്മയില്ലാത്തൊരു കുഞ്ഞല്ലേ, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഒരു തന്തയെന്നും പറഞ്ഞ് നടക്കുന്നത്?